ഇതൊരു ടൈപ്പ് 1 മാരുതിയാണ്. ഇതിന് ലീഫ് സസ്പെൻഷനാണ് വരുന്നത്. അപ്പോൾ ഇതിനെ മാറ്റി നമുക്ക് സ്പ്രിങ് ആക്കണം, കുറച്ചും കൂടെ കംഫർട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലീഫിൻ്റെ ആ സിസ്റ്റം ഫുള്ള് ഇളക്കി മാറ്റിയിട്ട് നമുക്ക് സ്പ്രിങ്ങിൻ്റെ അത് ആഡ് ചെയ്യണം. അപ്പോൾ ഇതിന് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു സ്പ്രിങ് ഹോൾഡറും അതിൻ്റെ സ്റ്റെബിലൈസറിൻ്റെ ഹോൾഡറും, അതാണ് ഈ കാണുന്ന പോർഷൻ. അത് സ്പ്രിങ് ഉള്ള വണ്ടിയിൽ നിന്ന് വെട്ടിയെടുക്കുകയാണ്. ഇതിന് ഈ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ശേഷമാണ് മറ്റേത് നമുക്ക് ചെയ്യാനുള്ളത്. ഇതാണ് അതിൻ്റെ സ്പ്രിങ് ഹോൾഡർ. ഇത് നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. മാർക്കിംഗ് ഇമ്പോർട്ടൻറ്റ്, അലൈൻമെൻറ്റ് എല്ലാം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കി എല്ലാം അലൈൻ ചെയ്ത് സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വെൽഡ് ചെയ്ത് കറക്റ്റ് ചെയ്യണം. അളവ് പക്കയായിരിക്കണം. അലൈൻമെൻറ്റ് ഫുൾ ഇതിലാണ്. ഇനി ഫുള്ള് വെൽഡിങ് ആണ്. കമ്പനി വരുന്നത് പോലെ തന്നെ വെൽഡ് ചെയ്തിട്ടുണ്ട്. ഷോക്ക് ഹോൾഡർ അഡീഷണൽ ചെയ്യേണ്ടി വരും, അത് ചെയ്തെടുക്കണം ഈ കാണുന്ന പോലെ. ഇപ്പോൾ ഇതാണ് വെൽഡ് ചെയ്തതിന് ശേഷമുള്ള എല്ലാ സപ്പോർട്ടും. മിഗ് വെൽഡറാണ് യൂസ് ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ട്. ഇത് ഇൻസൈഡ് വെൽഡ് ചെയ്തതിൻ്റെയാണ്. അതിനുശേഷം നമുക്ക് എപ്പോക്സി അടിക്കണം. എപ്പോക്സി പ്രൈമർ അടിച്ച് തുരുമ്പൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോക്സി പ്രൈമറൊക്കെ അടിച്ച് ക്ലിയർ ചെയ്യണം. ഇത് 3M ബോഡി സീലൻ്റ് എന്ന് പറയും. വെള്ളവും എയറൊന്നും കയറാതെ വെൽഡിങ്ങിനെയും ഈ ജോയിൻറ്റിനെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഇനി ഫിറ്റിങ്സ് കംപ്ലീറ്റ് ചെയ്യണം. ബ്രേക്ക്, സ്പ്രിങ്, ഷോക്ക്, ബാലൻസർ, A to Z എല്ലാം. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട്. നമ്മൾ റോഡ് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കി, കൊള്ളാം, നല്ല കംഫർട്ടുണ്ട്. ഇത് കമ്പനി ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് സ്റ്റോൺ ഗാർഡ് ചെയ്തെടുത്ത കേട്ടോ, 3M ബോഡി സീലിൻ്റെ വെച്ചിട്ട്. അണ്ടർ ബോഡി ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഹാമർ ടോൺ കേട്ടോ.